ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്ന വിഷയം ഡ്രാമറ്റർജി ഇൻ നൗ ഇൻ ദ കോണ്ടംപററി കോണ്ടെക്സ്റ്റ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് രണ്ട് ബഹുമുഖ പ്രതിഭകളാണ്. സിംഗപ്പൂരിലെ കലാസാംസ്കാരിക മേഖലകളിലെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ. ആദ്യമായി പരിചയപ്പെടുത്തട്ടെ, ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്ന വാസുവേട്ടൻ എന്ന് വിളിക്കുന്ന വാസുദേവൻ തൊറ്റക്കാട്ട്. അദ്ദേഹം 32 വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിലെത്തി ഇവിടെ IT മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം സിംഗപ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടുത്തെ ഗ്രാമാന്തരീക്ഷത്തിലെ നാടകളരിയിലും അവിടുത്തെ അനുഷ്ഠാന കലകളിലും ഒക്കെ ഭാഗവക്കായ വാസുവേട്ടൻ 2003 മുതൽ സിംഗപ്പൂരിലെ കലാസാംസ്കാരിക മേഖലയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. സോ വാസുവേട്ട, വെൽക്കം ടു നോവാദൃശ്യ പോഡ്കാസ്റ്റ്. ഇനി പരിചയപ്പെടുത്താനുള്ളത് ഞാൻ സ്നേഹപൂർവ്വം ശ്രീകാന്ത് ജി എന്ന് വിളിക്കുന്ന ശ്രീകാന്ത് മേനോൻ. അദ്ദേഹം സിംഗപ്പൂരിൽ കഴിഞ്ഞ 23 വർഷമായി താമസിച്ചു വരുന്നു. ഇപ്പോൾ അദ്ദേഹം SME ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയുടെ ജനറൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് കുറേ ഉണ്ട്. അതിൽ എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം 2009 കർണഭാരം എന്ന ഭാസൻ്റെ പ്രസിദ്ധമായ സംസ്കൃത നാടകമായ കർണഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് അഡാപ്റ്റേഷൻ ചെയ്ത് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിത്വമാണ്. അത് അദ്ദേഹം നാഫ അക്കാദമി തിയേറ്റർ സിംഗപ്പൂരിലും അതുകൂടാതെ കേരള കലാമണ്ഡലത്തിലും അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥാപാത്രങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ അല്ലാ പിച്ച മൊല്ലാക്ക, ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ, ആടുജീവിതത്തിലെ നജീബ്, അങ്ങനെ തന്നെ പല പല കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ച ഒരു കലാകാരനാണ്. ഈ അടുത്ത കാലത്ത് 2021-2024 സിംഗപ്പൂർ കൈരളി കലാനിലയത്തിന് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ച അന്തിത്തോറ്റം എന്ന നാടകം വളരെ പ്രസിദ്ധി ആർജിക്കുകയും സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചു. അപ്പോൾ ശ്രീകാന്ത് ജി, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. നമസ്കാരം. താങ്ക് യു. ഒരു തുടക്കം നിലയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരെ കുറിച്ച് കുറച്ചെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വാസുവേട്ടൻ്റെ നാടക എക്സ്പീരിയൻസ് സിംഗപ്പൂരിലും നാട്ടിലുമായുള്ള ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് നാടകം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ചിത്രകാരനാണ്, ഫോക്ലോറിൻ്റെ ബോർഡ് മെമ്പറാണ്. പുള്ളിയാണ് എന്നെ ആദ്യം നാടകത്തിലേക്ക് കൊണ്ടുവന്നത്, ഒരു സ്കൂൾ യുവജന ഉത്സവത്തിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മലയാള അധ്യാപകൻ കൃഷ്ണപിള്ള സാർ, അങ്ങനെ 2 പേരാണ് നാടകങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിലിരിക്കുമ്പോൾ 3-4 വർഷങ്ങൾ അവിടെ ത്രിപുടി എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു, ആർട്സ് ക്ലബ്ബ്. അതിൽ അങ്ങനെ പലതിലും നാടകങ്ങളൊക്കെ ചെയ്തങ്ങനെ ഇരുന്നു. എറണാകുളം പിന്നെ പഠിക്കാൻ പോയതിന് ശേഷം കോളേജ് പഠനത്തിനിടയിൽ പിന്നെ ക്രിക്കറ്റിലേക്ക് മാറിയതുകൊണ്ട് നാടകത്തിന് അധികം ഒരു ചാൻസ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ സിംഗപ്പൂർ വന്നു. സിംഗപ്പൂർ പിന്നെ ഓണം പരിപാടികൾ അങ്ങനെ ഓരോന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, അത് ഒരു 2003 മുതൽ വുഡ്ലാൻഡ്സ് ഓണം, അങ്ങനെ പല ഓണം പരിപാടികളായി നടന്നു. പിന്നെ നാട്ടിലിരിക്കുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു അനുഷ്ഠാന കല കന്യാറ് കളി. അതിൽ കഥ പറഞ്ഞ് പിന്നെ പൊറാട്ട് നാടകങ്ങൾ, പൊറാട്ട് കളി എന്ന് പറയുന്ന അത് അമ്പലങ്ങളിൽ ഇറങ്ങേറുമ്പോൾ അതിലിങ്ങനെ പല വേഷങ്ങൾ കെട്ടാനും നൃത്തം ചെയ്തിങ്ങനെ കഥ പറയാനുള്ള അവസരങ്ങൾ കിട്ടി. അതൊക്കെ ആയിരിക്കും ഇതിനൊരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സിംഗപ്പൂർ വന്ന് ഇങ്ങനെ ഒരു നാടകങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല, എവിടെയെങ്കിലും ഒന്നൊക്കെ നടക്കുന്നില്ലാതുകൊണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ 10-16 വർഷങ്ങളായി സിംഗപ്പൂരിൽ ഒരു നാടകങ്ങൾ എന്ന ഒരു കൺസെപ്റ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ നാടകങ്ങൾ എടുക്കാൻ കുറച്ച് പേരോട് ചോദിച്ചു. അപ്പോൾ SME അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിച്ചു. അപ്പോൾ അങ്ങനെ 2015 ആദ്യം 2ാമത് നാടകം സിംഗപ്പൂരിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഇത് മാർച്ച് 2015 ഓർമ്മ. ഓക്കെ. അത് പലരിടത്തും ഞാൻ സംസാരിച്ചു വന്നു ആ സമയത്ത്. അങ്ങനെ ആദ്യത്തെ നാടകമേള എന്ന് പറഞ്ഞിട്ടൊരു 4 നാടകങ്ങളായി റാഫിൽസ് തിയേറ്ററിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടോടും പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ അത് 10ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇടയിൽ ഒരു 2 വർഷം കോവിഡ് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നാടകങ്ങൾ. അപ്പോൾ അതിലിങ്ങനെ പല ചെറിയ കുട്ടികൾ പല വയസ്സിലും പല എന്താ പറയുക യൂത്ത് വിങ് എന്ന് പറയുമല്ലോ, അവരെ നാടകത്തിൽ കൊണ്ടുവരാനും
അതുവഴി കുറേ പേർക്ക് മലയാളം പഠിക്കാനും വായിക്കാനും അങ്ങനെ ഒരുപാട് ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ സിംഗപ്പൂരിലത്തെ നാടകത്തിനോടും ഇതുള്ള. ഗ്രേറ്റ്. ശ്രീകാന്ത്, അങ്ങയുടെ അനുഭവം? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു നാടക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നാടക യാത്ര എന്ന് പറയുന്ന നാടകം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവിതയാത്രയായിട്ട് തന്നെ ഞാൻ കാണുന്ന ഒന്നാണ് നാടകം എന്ന് പറയുന്നത്. വാസോട്ടം പറഞ്ഞതുപോലെ ഏകദേശം അതേ കാലഘട്ടത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരുടെയും നമ്മുടെ എല്ലാം നാടകത്തിനോട് താല്പര്യമുള്ളവരുടെ എല്ലാവരുടെയും ഒരു തുടക്കമെന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മലയാള അധ്യാപകരായിരിക്കും. അതെ, അതേപോലെ തന്നെ എനിക്കും അതേപോലെ രാധാകൃഷ്ണൻ സാർ എന്ന് പറയുന്ന എൻ്റെ ഒരു മലയാള അധ്യാപകനിലൂടെയാണ് നാടകത്തിലേക്കുള്ള താല്പര്യം ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. തൃപ്പൂണിത്തുറ, അതെ, അത് പറഞ്ഞില്ല. എൻ്റെ നാട് ഈ പറഞ്ഞ തൃപ്പൂണിത്തുറയാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങളുടെയും എല്ലാം ഇടയിൽ വളർന്ന ഒരു ഉത്സവ പ്രാന്തനായി ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നിടത്തെല്ലാം പോയി. അതെ, എല്ലാ മേളങ്ങളും വെടിക്കെട്ടുകളും എല്ലാം ഓടി നടന്ന് കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാടകത്തിലേക്കുള്ളൊരു താല്പര്യം രാധാകൃഷ്ണൻ സാറ് കൊണ്ടുവരുന്നത്. വായിക്കുമായിരുന്നു ഒരുപാട്. മലയാളത്തിനോടൊരു വല്ലാത്ത അഭിനിവേശം തന്നെ, ഭാഷയോടുള്ള അഭിനിവേശം വളരെ അധികമായിരുന്നു. ഞാൻ പഠിച്ചത് ചിന്മയയിലാണ്. നമുക്ക് സ്കൂളിലൊക്കെ ഈ ഇംഗ്ലീഷ് സംസാരിച്ചോളണം എന്ന് പറയുന്ന റൂള് കൊണ്ടുവരും. അപ്പോൾ മലയാളം സംസാരിച്ച 5 രൂപ ഫൈൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയിട്ട് ഒരു 20 രൂപ കൊടുത്തിട്ട് അടുത്തൊരു 4 മാസത്തേക്ക് ഇത് കണക്കാക്കാൻ പറ്റുമോ, കാരണം ഞാൻ മലയാളത്തിൽ സംസാരിക്കൂ എന്ന് പറയാനുള്ള രീതിയിൽ മലയാള ഭാഷയോടൊരു വല്ലാത്ത അഭിനിവേശം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വായിക്കുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സാഹിത്യങ്ങളും, പ്രത്യേകിച്ച് MT മുകുന്ദനും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരായിരുന്നു. നമുക്ക് ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇത് ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വന്ന നാടകത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി, അതായത് പ്രസക്തി ഇൻ ദ സെൻസ് നാടകം അറ്റ് ദിസ് കണ്ടംപററി കോണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ റീൽസ്, ഇപ്പോൾ റീൽസിൻ്റെ കാലഘട്ടമാണല്ലോ. റീൽസ് 30 സെക്കൻഡ് വീഡിയോ, 2 മിനിറ്റ് വീഡിയോ, അതേപോലെ തന്നെ ഷോർട്സ് അല്ലെങ്കിൽ വെബ് സീരീസ്. ഈ ഒരു കാലഘട്ടത്തിൽ നാടകത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണത്. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു മലയാള നാടകത്തിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും? അതായത് നമ്മൾ ഈ നാടക മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖരെന്ന നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെ നമുക്ക് ഇതിനെ നിലനിർത്താൻ പറ്റും മലയാള നാടകത്തിന് ഈ ഒരു കറന്റ് കോണ്ടെക്സ്റ്റിൽ? വാസുവേട്ടൻ തുടങ്ങാം. ഈ കാലഘട്ടത്തിലെ നാടകം എന്ന് പറയുന്നത് ഭാഷ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നടക്കില്ല. അതായത് ഭാഷ പഠിപ്പിക്കാനുള്ളൊരു മാധ്യമമല്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കമ്മിയാണ്. അപ്പോൾ അവരെ അതിൽ ഇരുത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് മെയിൻ. നമ്മൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. മോഡുലേഷനിൽ മാത്രം പോകുന്ന പ്രൊഫഷണൽ നാടകങ്ങൾ, അതിൻ്റേതായ ഒരു അത് ഭംഗിയും അതെല്ലാം വേറെയാണ്. പക്ഷെ ആ നാടകങ്ങളൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമാവുമോ, അത് നമ്മൾ സിംഗപ്പൂരിൽ ഇതുവരെ നടന്നിട്ടുമില്ല. അപ്പോൾ അവർ പറയുന്നത് രീതിയിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഭാഷയൊന്നുമല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടി, പണ്ടത്തെ ഇപ്പോൾ സിംഗപ്പൂരിൽ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം നാട്ടിൽ രംഗങ്ങൾ ഇങ്ങനെ വരയ്ക്കാനും പ്രിൻ്റ് ചെയ്യാനും അതൊക്കെ ചെയ്യുന്നത് ഒരു ഇത് രംഗം സജ്ജീകരിച്ച് അത് 5-6 നാടകങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പൈസ എല്ലാം തിരിച്ചു വരും. സിംഗപ്പൂരാണെങ്കിൽ സ്റ്റേജ് ഷോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ഓണം പരിപാടികൾ വിഷു മുതൽ ക്രിസ്മസ് വരെ നടക്കുന്ന സ്ഥലമാണ് സിംഗപ്പൂർ. അപ്പോൾ ആ സമയത്ത് ആ എക്സ്പെൻസ് നമുക്ക് എപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പല ഭാഗങ്ങളിലും നാടകങ്ങൾ നടത്തണം ഇതൊക്കെ ആഗ്രഹങ്ങൾ, പല സ്റ്റേജുകൾ, ഒരു സ്റ്റേജിൽ കൂടുതൽ നമുക്ക് കിട്ടാറില്ല. അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആ വരുന്ന 500 പേര് കാണുന്നു പോകുന്നു. അതിൽ കൂടുതൽ നാടകങ്ങൾക്ക് പ്രസക്തി കൊണ്ടുവരണമെങ്കിൽ ഈ ക്ലിപ്പിംഗ് ഇടുമ്പോൾ ഫേസ്ബുക്കിൽ 1000 ലൈക്ക് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ആ ആൾക്കാരെല്ലാം നാടകം കാണാൻ വരണമെന്നില്ല. അപ്പോൾ ആ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ആ പുതിയ ടെക്നോളജിയും ടെക്നിക്കലും എങ്ങനെ ഉപയോഗിക്കാം, അപ്പോൾ AI എങ്ങനെ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ. ഇപ്പം ഞാൻ ചില നാടകങ്ങളിൽ കഥകളി പാട്ടുകൾ എടുത്തിട്ട് അതിനെ ഇത് മ്യൂസിക് മാതിരി ചെയ്ത് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ ഒരു 10 പേര് എൻ്റെ അടുത്ത് ചോദിക്കും ഈ പാട്ട് ഏതാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈ കഥകളി കണ്ടിട്ടുണ്ടോ? ഈ പാട്ടാണ് ആ പാട്ട്. കഥകളിയിൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടോ? അപ്പോൾ കഥകളിയിലത്തെ പാട്ട് ഇവർ കേൾക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക മ്യൂസിക്കും വ്യത്യാസമായിട്ടും കാണിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എങ്ങനെ അത് എന്ത് പ്രവർത്തിച്ചാൽ ഈ കളരിയിൽ നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു ചെയർ കൊണ്ടുപോയിട്ട് ഇട്ട് മാറ്റി 15 ഭയങ്കര ഇൻ്റർവെല്ല് ബ്രേക്കില്ലാതെ ചെയ്യാൻ പറ്റും. ഇതാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർമാറ്റ് വന്നു, 45 മിനിറ്റ് നാടകം,
3-4 സീന്, അതിൻ്റെ ഇടയിൽ ബ്രേക്കില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഒറ്റ സീനിൽ ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണ പന്തൽ മാത്രം വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രോപ്പർട്ടികളില്ല, ചെയർ മാറ്റാനോ വേറെ ഇതിനൊന്നും ടേബിൾ ഇടാനോ അതിനൊന്നും സമയമില്ല. ഉദാഹരണം ഇപ്പോൾ രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം കലാനിലയം 2ാമത് വന്നിട്ടുണ്ട്. അതിൽ ആ ടെക്നോളജി അതിൽ വരുന്നത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടൊരു സീനാണ്. ഞാൻ ഫുള്ള് പണ്ടും കണ്ടിട്ടുണ്ട്, പുതിയതും കണ്ടിട്ടുണ്ട്. വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂൾ നാടകങ്ങൾ ഈ ഇടയിൽ ഞാനൊരു ഇത് കാണാൻ ഇടയായി. അതിൽ വന്നിട്ട് ഒരു സ്രാവ് ഒരു കുട്ടിയെ പിടിക്കുന്ന ഒരു സീൻ കർട്ടനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിക്കുന്നു. അതിന് ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പം ആൾക്കാരുടെ ഒരു വിഷനും മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ വന്ന് 3 തട്ടിൽ കയറി നിന്നിട്ട് ഡയലോഗ് പറയുന്നത് ഇപ്പം ആൾക്കാർക്ക് അത്ര ഇല്ല. പക്ഷെ ആ കടലിൽ പോയ ആ ഒരു കുട്ടിയെ ഒരു സ്രാവ് പിടിക്കാൻ വരുന്നത് അവിടെ കാണിച്ചപ്പോൾ, വിഷ്വലി കാണിച്ചപ്പോൾ സിനിമയിൽ മാത്രമല്ല ഇതിലും അത് വളരെ നന്നായിട്ട് കാണിക്കാൻ പറ്റും. വെറും ഒരു സ്റ്റേജും ഒരു ഷാർക്കിൻ്റെ ഒരു ഇതും വെച്ചിട്ട് കാണിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആകർഷണമുണ്ട്, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്. 20-30 മിനിറ്റ്, 1 മണിക്കൂറൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഉദാഹരണം ഇപ്പോൾ സോഷ്യൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിന് എന്താണ്, കാരണം ജോലി പോയി, പ്രവാസ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എല്ലാം റീൽസുകളായിട്ട് ഉണ്ട്. ഒരു ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, പലരും ഒരു ഡയലോഗ് മാറിണ്ടാവും. ഈ സബ്ജക്റ്റ് ആയിരിക്കും നാടകങ്ങളുടെ സാമൂഹ്യ പ്രസക്തി എന്ന് പറഞ്ഞു വരുമ്പോൾ വരുന്നത്. എന്താ സിംഗപ്പൂരിലെ സാമൂഹ്യ പ്രസക്തി? നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നു, ഇത് നമ്മൾ എങ്ങനെ കാണിക്കും? ഈ കാണിക്കുന്ന ഓരോ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ഇപ്പോൾ കോമഡി, നമ്മൾ സ്റ്റേജ് ഷോന് വരുന്നു, നാട്ടിൽ നിന്ന് കൊമേഡിയൻസ് വന്നിട്ട് അവർ കോമഡി ഷോ അവതരിപ്പിക്കുമ്പോൾ ഇത് നിങ്ങൾ ദുബായിൽ അവതരിപ്പിച്ചല്ലേ. പണ്ട് അങ്ങനെയല്ല, അത് കാണാൻ വഴിയില്ല. ഇപ്പം എടുക്കുന്ന സബ്ജക്റ്റുകൾ നമ്മൾ അത് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് പല ഇത് വരും. കമേഴ്ഷ്യലായിട്ട് വിൻ ചെയ്യണം എന്നുള്ളതാണ് സിംഗപ്പൂരിൽ എന്നും ഒരു ഫസ്റ്റ് നിൽക്കുന്നത്. എന്തെടുത്താലും ഒരു കൊമേഴ്ഷ്യൽ പ്രസക്തി കൂടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് നമ്മൾ പൈസ എല്ലാം ഇട്ട് ഞാൻ ഇതിന് ഇത്ര പൈസ മാറ്റി വെച്ചു, എനിക്ക് നാടകം വേണം, ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ടെന്ന്, സിംഗപ്പൂരിൽ തോന്നുന്നില്ല. അതായത് ഒരു പൈസ മുടക്കിയിട്ട് ആര് വന്നാലും ഇല്ലെങ്കിൽ ഞാൻ ഈ നാടകം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരില്ല. കാരണം ഒരു നാടകമാകുമ്പോൾ പ്രേക്ഷകരില്ലെങ്കിൽ നാടകം അതാണല്ലോ, അതെ, മെയിൻ പ്രേക്ഷകരാണ്. എന്താണ് ശ്രീകാന്തിയുടെ അഭിപ്രായം? ഈ വാസുവേട്ടൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതെ, ഒരുവിധം തന്നെ വാസുവേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് അത്രയും വൈഡാണ് നമ്മളുടെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ കാണുന്ന ഒരു നാടകം എന്ന് പറയുമ്പോൾ, നമ്മളൊരു നാടകം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നാടകം കാണാനായി ഈ പറയുന്ന 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. അതായത് അവരുടെ ആ 1 മണിക്കൂറിൽ അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് നാടകം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ ടീം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് ഒരാൾ കാണാൻ വരുന്ന ഒരു ദൃശ്യമാണ് നാടകം എന്ന് പറയുന്നതും. സിനിമ ഒരു ദൃശ്യം എന്ന് പറയുന്ന പോലെ നാടകം എന്ന് പറയുന്നതും ദൃശ്യമാണ്. അത് പ്രേക്ഷകൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചയെ ആണ് ഇന്നത്തെ റീൽ സംസ്കാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. 30 സെക്കൻഡിൽ ഒതുങ്ങുന്ന കാഴ്ചയുടെ പരിമിതിയിലേക്ക് ഒരു പ്രേക്ഷകൻ്റെ ആ ഒരു കാഴ്ചാ പരിമിതി ഒതുങ്ങി. അപ്പോൾ അതിന് ഫോക്കസ് ഇഷ്യൂ വന്നു. അപ്പോൾ 30 സെക്കൻഡിൽ കൂടുതൽ അത് സ്ക്രോൾ ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നൊരു വ്യക്തിയെ 30 മിനിറ്റ് 2 മണിക്കൂർ 3 മണിക്കൂർ നാടകങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരു 30 സെക്കൻഡിലുള്ള ഒരു വ്യക്തിയാണ് നമ്മളിനി ഇൻട്രസ്റ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ എന്തവർക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നാടകത്തിൻ്റെ ഒരു വിഷയം ചൂസ് ചെയ്യുമ്പോഴായാലും നാടകം ചെയ്യുമ്പോഴായാലും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്ക് ആ നാടകം എന്നുള്ള താല്പര്യം കൊണ്ടുവരണമെങ്കിൽ ഇവിടെയാണ് പ്രസക്തി. അവർക്ക് എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. പണ്ട് നാടകങ്ങൾ കാണാൻ വരുന്ന ഒരാളെന്ന് പറയുന്നത് 2 രീതിയിൽ വരും. ഒന്നെന്ന് പറയുന്നത് സാമൂഹിക പ്രസക്തി ആയിരുന്നു, നാടകങ്ങളിലൂടെ ആയിരുന്നു മനുഷ്യൻ്റെ പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നത്. അത് KPSC മുതലുള്ള നാടക സംഘടനകളുടെ ലക്ഷ്യം അതായിരുന്നു. അവർക്ക് സമരം ചെയ്യാനുള്ളൊരു മാർഗം തന്നെയായിരുന്നു, രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കും പിന്നെ നാടകങ്ങൾ അത് അമ്പലങ്ങളിലേക്കും അമ്പലപ്പറമ്പുകളിലേക്കും വന്നപ്പോഴത്തേക്കും അതൊരു ഉത്സവ കാഴ്ചയായി മാറി, അതൊരു എൻ്റർടൈൻമെൻ്റ് ആയി മാറി. ഇന്നത് വരുമ്പോഴത്തേക്കും ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രം പോരാ,
എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഒരു സാധനം കാണുന്നവരല്ല ഇന്നത്തെ തലമുറ. അവർക്ക് വാട്ട് ഈസ് ദെയർ ഫോർ മീ ഇൻ ദാറ്റ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നാടകം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നാടകത്തിൻ്റെ പ്രസക്തി ഒരു തരത്തിൽ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ആക്ച്വലി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് വളരെ ശക്തമായിട്ട് നാടകം തിരിച്ചു വന്നിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള പുതിയ തലമുറയിലെ പുതിയ കുട്ടികളുടെ നാടകങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നാടകത്തെ സമീപിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ 1000 രൂപ ടിക്കറ്റിന് ഒരു നാടകം അനൗൺസ് ചെയ്താലും ടിക്കറ്റ് കിട്ടാനില്ല, അത്രയധികം ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ അന്തിത്തോറ്റം നാടകം സൂര്യയുടെ ബാനറിൽ തിരുവനന്തപുരത്ത് ചെയ്തപ്പോൾ 400 സീറ്റാണ്. അതിൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റും ചെയ്യാൻ നമ്മളിവിടെ ഉള്ളവരാണ്. ഇപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടും, സിംഗപ്പൂരിൽ നിന്നൊരു നാടകം വരുന്നു എന്നുള്ള മാറ്റമേ ഉള്ളൂ. 40 പേര് നാടകം നിന്നാണ് കണ്ടത്. അത് സിംഗപ്പൂരിലെ കൈരളി അറിയാവുന്നവരല്ല, ശ്രീകാന്തിനെ അറിയാവുന്നവരല്ല, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. അല്ലാതെ തന്നെ അത് കാണാൻ ആൾ വന്നു. പക്ഷേ അത് രണ്ടാമതൊരാൾ കാണണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അപ്പോൾ നാടകത്തിൻ്റെ പ്രസക്തി ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. പക്ഷേ ഞാൻ പറയാവുന്നൊരു ചാലഞ്ച് എന്താ വെച്ചാൽ നമ്മൾ സിംഗപ്പൂരിൻ്റെ കോൺടെക്സ്റ്റ് അത് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ സിംഗപ്പൂരിൽ വരുമ്പോഴത്തേക്കും അതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ പുതിയ തലമുറയിലേക്കാണ് ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതിൽ പരിമിതി പോകും. അപ്പോൾ ആ തലമുറ അതിനെ ഏറ്റെടുത്തേ പറ്റൂ. അവിടെയാണ് വാസുവേട്ടൻ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിനോട് നമുക്ക് തോന്നുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് കുട്ടികളിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അവരിൽ എങ്ങനെ താല്പര്യം ജനിപ്പിക്കാം, അവർക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുക. ഒരു നാടകം കണ്ടു കഴിഞ്ഞാൽ ഇത് കൊള്ളാം, ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ അത് സാങ്കേതിക വിദ്യ മാത്രം പോരാ. എഗെയിൻ കണ്ടൻറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ എത്രയൊക്കെ AI കാണിച്ചാലും ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കാണിച്ചാലും അതിൽ ആ കണ്ടൻറ്റിൽ അവർക്ക് നമുക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിച്ചേ പറ്റൂ, ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഭാഷ ഒരു ഫാക്ടർ, നമുക്കത് കൊടുക്കാൻ, ഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ നാടകം സഹായിക്കും തീർച്ചയായിട്ടും. പക്ഷേ ആസുടൻ പറഞ്ഞ പോലെ ഭാഷയിൽ മാത്രം നമുക്ക് നിലനിർത്താൻ പറ്റില്ല. അത് അവർക്ക് ഇഷ്ടമുള്ള ഭാഷ ഏതാണ്, അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കണം. അതിൽ ചൈനീസ് കൊണ്ടുവരണമെങ്കിൽ ചൈനീസ് കൊണ്ടുവരണം, തമിഴ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തമിഴ് കൊണ്ടുവരണം. കാരണം അവർ വളരുന്നത് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളും കൂടി ഇതിൻ്റെ ഭാഗമാകണമെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചാൽ എനിക്ക് എൻ്റെ സുഹൃത്തിനെയും വിളിക്കണം. അപ്പോൾ ഞാനൊരു മലയാള നാടകത്തിൽ അഭിനയിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഭാഷയല്ലേ എന്നവൻ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അതിന് അവൻ്റെ തലമുറയുടെ പ്രസക്തി ഭാഷയ്ക്ക് അതീതമായി കൊടുത്താൽ, ഭാഷയുടെ മറ്റ് ഇൻവോൾവ്മെൻറ്റും കഥാതലത്തിലുള്ള മാറ്റങ്ങളും കൊടുത്താൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് അത് അട്രാക്റ്റീവായിട്ട് വരുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സിഗ്നിഫിക്കൻസ് ഉണ്ട്, പക്ഷേ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്ത് അവരെ അതിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റീസെൻ്റ്ലി നമ്മുടെ നാടകം തന്നെ റീസെൻ്റ്ലി അവതരിപ്പിച്ച നാടകം, അതിന് ടിക്കറ്റ് എടുക്കാൻ ഈ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു ഇതാണ്, ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടാം. അതായത് അവർ പഴയ കാലഘട്ടത്തിലെ നാടകത്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് എഫേർട്ട് എടുക്കുന്നു അവർക്ക് അറിയില്ല. വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ. ബട്ട് അവരെ പക്ഷെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റും പിന്നെ അതാണ് എൻ്റെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ. ഇത് റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് ഒരു ഹൈബ്രിഡ് ആയിട്ട് നാടകങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും. അതായത് മൾട്ടി ലിംഗ്വലായിട്ട്, അതായത് മൾട്ടി എത്നിക് മൾട്ടി ലിംഗ്വൽ സ്റ്റൈലിൽ ഇപ്പോൾ കുറച്ച് അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റാണ്, കുറച്ച് ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ മിക്സ് ചെയ്തിട്ട് അതിനൊരു പ്രസക്തിയുണ്ട്. നമ്മുടെ നാടകങ്ങൾ കുറച്ചും കൂടി മൾട്ടി ലിംഗ്വലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രേക്ഷകർ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, അത് ഐഡിയ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ നമുക്ക് അറിയണം. മലയാള നാടകങ്ങൾ എങ്ങനെ വളർത്താം എന്ന് നോക്കുമ്പോൾ വേറെ ലാംഗ്വേജ് കൊണ്ടുവരുന്നതിനോട് പ്രേക്ഷകർ കിട്ടുക എന്നുള്ളത് ഒക്കെ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ വരുന്നതിന് കറക്റ്റായിരിക്കും. പക്ഷെ മലയാള നാടകങ്ങൾക്ക് അതെന്ത് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. സാമൂഹിക ആ ഒരു പർട്ടിക്കുലർ പാശ്ചാത്തലത്തിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പോൾ സിംഗപ്പൂരിൽ ഇരിക്കുമ്പോൾ മലയാളം എന്ന് പറഞ്ഞാലും വീട്ടിൽ മലയാളം പറയുന്ന ആൾക്കാരെ കുറവല്ലേ. അതെ, ഇപ്പോൾ കുട്ടികൾ തന്നെ വീട്ടിൽ മലയാളമല്ല കൂടുതൽ ഇംഗ്ലീഷാണ് പറയുന്നത്. ഇപ്പം എൻ്റെ തന്നെ കുട്ടികൾ എൻ്റെ ഒരു നാടകം കാണാൻ വരികയാണെങ്കിൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ചാലഞ്ചിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഇതുണ്ട്. ഒന്നാമത് എനിക്ക് അങ്ങനെ വേറെ ഇംഗ്ലീഷ് കൊണ്ടുവരുന്നതുകൊണ്ട് പ്രേക്ഷകരുടെ എണ്ണം കമേഴ്ഷ്യലി കൂടുന്നല്ലാതെ അവരത് കണ്ടു ഈസ് ആക്ടിങ് ഗുഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കതിൽ എന്ത് നടന്നു എന്നറിയില്ല. നേരെ മറിച്ച് വേറൊരു ഉദാഹരണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഹിഡിമ്പിയുടെ നാടകം ചെയ്തു, ഇരാവാൻ്റെ നാടകം ചെയ്തു, പുരാണം. അത്
എൻ്റെ കുറേ തമിഴ് കൊളീഗ്സ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കഥ, ഈ ഇന്ന ആളെ പറ്റിയിട്ടാണ് കഥ. അപ്പോൾ ആരും ഭാര്യയും ഫാമിലി വന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടു നോക്കട്ടെ എന്നിട്ട് പറയാം. അവർ കണ്ടിട്ട് പറഞ്ഞു ഇത് ഈ അമ്പലത്തിൽ ഈ പെർട്ടിക്കുലർ ദൈവം ഇതാണെന്ന് പറഞ്ഞപ്പോൾ കഥയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി ഒന്നും പറയണം, എവറിത്തിങ് വാസ് ഗുഡ്. അത് ഓൾറെഡി ഏതോ ഒരു ലെവലിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റുണ്ട്. അപ്പോൾ അവരത് കണക്ട് ചെയ്തിട്ട് ആ കഥ ഇതാണ് ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും അവർക്ക് അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഒരു വിഷനിൽ അതെന്തായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഭാഷ ഒരു പ്രശ്നമല്ല. ഈ പറഞ്ഞപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ SMA നാടകത്തിൽ ഈ ഹിഡുംബിയുടെ കഥ എൻ്റെ വൈഫിൻ്റെ കുറച്ച് തെലുങ്ക് ഫ്രണ്ട്സ് വന്നിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളുടെ നാടകം കാണാൻ വേണ്ടിയിട്ട് വന്നതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ കഥ, കാരണം അവർക്ക് കണക്ട് ചെയ്തു. കാരണം അതൊരു പുരാണ പീരീഡ് ഡ്രാമ ആയതുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു. അവരപ്പോൾ ചോദിച്ചു അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സക്സസ്ഫുൾ. ഞാൻ അതേപോലെ ഇരാവാൻ്റെ നാടകം ഞാനിപ്പോൾ തമിഴിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് കഴിഞ്ഞു. അപ്പോൾ അത് തമിഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് രണ്ടാമതൊരു കാസ്റ്റിംഗ് എല്ലാം ചെയ്ത് ആ തമിഴ് ഇത് ചോദിച്ച് ഒരു വേദി നമുക്ക് സംഘടിപ്പിക്കണം. എന്നിട്ട് അതൊരു തമിഴിൽ ആ നാടകം ചെയ്യണം. എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് ഭാഷയുടെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥ കൂടുതൽ ആൾക്കാർക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. നാടകം എന്നുള്ള ഒരു കലാരൂപം വളരും. അപ്പോൾ ഉദ്ദേശം അനുസരിച്ചിട്ടാണ് ഇതിനെല്ലാത്തിനും ഇതുള്ളത്. മലയാള ഭാഷയാണോ ഉദ്ദേശം എങ്കിൽ മലയാള ഭാഷ വേണം. പ്രേക്ഷകരാണോ എങ്കിൽ മൾട്ടി ലാംഗ്വേജ് വേണം, വിഷ്വൽ വേണം. അറ്റൻഷൻ സീക്കിംഗ് ആണോ എങ്കിൽ അതിന് കൂടുതൽ ഇത് കണ്ടന്റ്. അപ്പോൾ ഏത് ഉദ്ദേശമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ മിക്സ് ചെയ്യുമ്പോൾ വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടൊരു കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇഷ്ടം പോലെ ഓണപരിപാടികൾ ഇപ്പോൾ വരാൻ പോവാണ്. ഇപ്പോൾ തന്നെ 1-ാം തീയതി മുതൽ മെയിൻ പരിപാടികളാണ്. ഇപ്പോൾ SMA ഓണം നൈറ്റ് വരുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത് മറ്റേ ടൈപ്പ് ഓഫ് അടിച്ചുപൊളി സ്റ്റേജ് ഷോസ്. അതിലിപ്പോൾ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന പ്രവണത മെലഡിയോ ക്ലാസിക്കലോ വളരെ കുറവാണ്. മെയിൻലി ഒരു അടിച്ചുപൊളി അതാണ് ആൾക്കാർക്ക് താല്പര്യം. വർഷമായിട്ട് അതങ്ങനെയാണ്. കാരണം അങ്ങനത്തെ പരിപാടികൾക്ക് ഇപ്പോൾ ടിക്കറ്റ് സെയിൽസ് ഉള്ളൂ. ഇപ്പോൾ ഒരു വിനീത് ശ്രീനിവാസൻ ഷോന് മാത്രമേ സെയിൽസ് ഉള്ളൂ. ഇപ്പോൾ വേറെ വല്ലവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇല്ല, അതാണ് പറയുന്നത്. ഉണ്ണിമേനൻ ഇപ്പോൾ ഉണ്ണിമേനനെ കൊണ്ടുവരുന്നുണ്ട്. ഉണ്ണിമേനൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ പുഷ് ചെയ്യണം, നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മൾ ആ ഓഡിയൻസിനോട് വിട്ട് പറയണം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ജനറേഷനിൽ ഉണ്ണിമേനൻ വരുന്നുണ്ടെന്ന്. ഇത്രയധികം ഇത് ഇവിടെ സിംഗപ്പൂർ നിലനിൽക്കുന്ന സമയത്ത് ഈ നാടകത്തിൻ്റെ കമേഴ്ഷ്യൽസ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത ചോദ്യം. കാരണം ഞാനും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം നാടകങ്ങളിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തു ടിക്കറ്റ് സെയിൽസിന് വേണ്ടിയിട്ട്. ശ്രീകാന്ത്ജിക്ക് ചിലപ്പോൾ ഇൻഡയറക്ട്ലി അറിയാം. അല്ല, ഇത് നമുക്ക് സിംഗപ്പൂരിൽ ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കൊമേഴ്ഷ്യലി നാടകത്തിനെ എങ്ങനെ വയബിൾ ആക്കാം എന്നുള്ളത്. കാരണം കോസ്റ്റ് വളരെയധികം ഹൈ ആണ് സിംഗപ്പൂരിൽ നമുക്കൊരു നാടകം ചെയ്യാനായിട്ട്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇൻഡിവിജ്വലി ആരും ഒരുപക്ഷെ താല്പര്യമുള്ള പലരും ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് അതിലേക്ക് ധൈര്യം വരാത്ത എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു ബാക്കിംഗ് വേണം, ഒരു സംഘടനയുടെ ബാക്കിംഗ് വേണം എന്നുള്ളത് കൊണ്ടാണ് ആരും. എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ 2011 തോന്നുന്നു, 2011 കാഞ്ചനസീത, ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചനസീത ചെയ്യാനായിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോസ്റ്ററെല്ലാം ഇറക്കി, ഓഡിഷൻസ് വിളിച്ച് അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. ഒരു അന്നത്തെ കോസ്റ്റിൽ $5,000 ഉണ്ടെങ്കിൽ ആ നാടകം നടക്കും. ആ സ്പോൺസറിൻ്റെ ബാനറിൽ നമ്മളത് അനൗൺസ് ചെയ്തതിന് ശേഷം ആ സ്പോൺസറിൻ്റെ കമ്പനി ബാങ്ക്രപ്റ്റ് ആവുകയും ആ സ്പോൺസർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓഡിഷൻ വരെ എത്തിയുള്ളൂ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ $5,000 എടുക്കാൻ അതിന് പകരം വയ്ക്കാൻ ആരുമില്ല, സംഘടനയ്ക്കും അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ നാടകം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇന്നും എൻ്റെ ഫോൾഡറിൽ അതിൻ്റെ പോസ്റ്ററും അതിനുവേണ്ടി ഓഡിഷൻസും കാര്യങ്ങളും എനിക്ക് ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചനസീത ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ലങ്കാലക്ഷ്മിയിലെ നാടകം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇതെല്ലാം എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത നാടകങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റാണ് അതിനെ തടഞ്ഞു നിർത്തിയത്. പിന്നീട് ഈ പറഞ്ഞ പോലെ കൈരളിയുടെ ഒരു ബാക്കിംഗ് വന്നപ്പോഴാണ് അന്തിത്തോറ്റം ചെയ്യാനായിട്ട് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ധൈര്യം തന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ രാജേഷ് ഏട്ടൻ നീ ചെയ്യടാ എന്ന് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ നാടകം നടക്കില്ല. നമുക്ക് 3 ഷോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 500 പേരുടെ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ 300 പേരുടെ 3 ഷോ ചെയ്യണമെങ്കിൽ 300 പേർക്ക് താല്പര്യം ജനിപ്പിച്ച് അവരെ കൊണ്ട് $30 കൊടുപ്പിച്ച് ഇടിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയണം. എന്താ താല്പര്യം ജനിപ്പിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഒരു $10,000 ഒരു ബഡ്ജറ്റുള്ളൊരു നാടകം ചെയ്യണമെങ്കിൽ അത് ലാഭകരമാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്.
നാട്ടിൽ പിന്നെയും എളുപ്പമാണ്. ഇപ്പോൾ താല്പര്യങ്ങൾ ജനിച്ച് വന്നതുകൊണ്ട് ടിക്കറ്റ് വിൽക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എങ്കിൽ പോലും നമ്മൾ സിംഗപ്പൂരിൽ നിന്നൊരു കോസ്റ്റ് പെർസ്പെക്റ്റീവിൽ അതിന് നോക്കുമ്പോൾ 1000 രൂപയുടെ 200 പേര് വന്നാലും നമുക്ക് 20,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം, നമുക്ക് 2 ലക്ഷം രൂപ ഒന്നും ആയില്ല നമുക്ക്. അതിനാണ് നേരത്തെ പറയുന്ന ഉദ്ദേശം എന്താണെന്നുള്ള വാസുട്ടൻ പറഞ്ഞ പോയിന്റിനുള്ള പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉദ്ദേശം എന്താണെന്നുള്ളതും ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ പാലം നാടകം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് ജിബ്രിഷിലാണ് ചെയ്തത്, ടോട്ടലി ജിബ്രിഷിൽ. 1/2 മണിക്കൂറാണ് നാടകം, ഭാഷയില്ല. പക്ഷേ അത് അവതരിപ്പിച്ചത് കലാ വിഷു നൈറ്റിൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ പാട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ 1/2 മണിക്കൂറായിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. അവർ വന്നിരിക്കുന്നത് പാട്ട് കാണാൻ വന്ന 1000 പേരുടെ മുമ്പിൽ. 1000 പേരുണ്ട് നാടകം കാണാൻ, പക്ഷേ അവർ വന്നിരിക്കുന്നത് അവരുടെ വിനീത് എന്റർടൈൻമെന്റ്. അവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഭാഷയില്ലാതെ ഇവിടെ കിടന്നിട്ട് മുകളിലുള്ള ബാൽക്കണിയിൽ നിന്നുള്ള എല്ലാവരും വിളിച്ച് പറയണത് കാലകേയ, മറ്റേ നമ്മുടെ ബാഹുബലിയിലെ എന്താ ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയാണ്. 6 മാസം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ നാടകം വേദിയിൽ എത്തിക്കുന്നത്. അപ്പം അതിന് വേണ്ടി എടുക്കുന്ന നമ്മളൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ബീഡി ഒരാൾ കത്തിക്കാൻ നമുക്ക് ഒരു സിനിമയിൽ അത് വിഷ്വലി ഇത് കാണും. ഒരു നാടകത്തിൽ നമ്മൾ സാധാരണ ഒരു ബീഡി കത്തിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. പക്ഷെ അതൊരു ജിബ്രിഷിൽ കാണിക്കുമ്പോൾ അതിന് ഡീറ്റെയിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരാൾ ബീഡി ഒരു കത്തിക്കണമെങ്കിൽ അയാൾ മുണ്ടിൻ്റെ മടക്കിൽ നിന്ന് ഇത് തുറക്കും, അയാളെ തീപ്പെട്ടി എടുക്കണം. അതിനുശേഷം മറ്റേ കൈകൊണ്ട് മറ്റേ മടക്കിലായിരിക്കും ബീഡി, അത് തുറന്ന് ആ ബീഡി എടുക്കണം. അപ്പോൾ 2 കയ്യിൽ 2 സാധനങ്ങളായി. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബീഡി എടുത്തിട്ട് വായിൽ വയ്ക്കണം. അതിനുശേഷം തീപ്പെട്ടി എടുക്കുമ്പോൾ തീപ്പെട്ടി തുറന്നു, തീപ്പെട്ടിക്കൊള്ളി എടുത്തു കഴിഞ്ഞാൽ ഈ തീപ്പെട്ടി അടയ്ക്കണം. അടച്ച് ഇത് കൊളുത്തി കഴിഞ്ഞിട്ട് ഇത് കത്തിക്കുകയാണ്. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഈ തീപ്പെട്ടിക്കൊള്ളി കെടുത്തിക്കളഞ്ഞാൽ അത് കളയണം. അപ്പോൾ അത് മറ്റേ കയ്യിലായിരിക്കണം ഇത് പിടിക്കുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞിട്ട് മാറ്റി കഴിഞ്ഞിട്ട് അയാളൊരു പുക വിട്ട് കഴിയുമ്പോഴാണ് ആ തീപ്പെട്ടിക്കൊള്ളി ചിലപ്പോൾ കെട്ടിട്ടുണ്ടാവില്ല, അതൊന്ന് ചവിട്ടിക്കെടുത്തണം. ഒരു ബീഡി വലിക്കാൻ ഇത്രയും പ്രോസസ്സ് ഉണ്ട്, ഇത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ ആ എഫേർട്ട് എടുത്ത് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന ഓഡിയൻസ് ഈ പറയുന്ന ഉദ്ദേശം കറക്റ്റ് അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഒരു സാധനം പോയിട്ട് അടുത്തോണം നമ്മൾ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ആ 30 റൗണ്ട് ടിക്കറ്റ് എടുക്കില്ല. ഇത് കാണാൻ എന്തിനാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണേ? ഉദ്ദേശം കറക്റ്റ് അല്ലെങ്കിൽ പരാജയപ്പെട്ട് തന്നെ പോകും. കൊമേഴ്ഷ്യലിന് സിംഗപ്പൂർ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അതിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശം കറക്റ്റാക്കി ആ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്ത് കറക്റ്റ് ഓഡിയൻസിനെ തന്നെ നമ്മൾ അതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് നമുക്ക് രണ്ടാമതൊരു പ്രാവശ്യം അവരെ വിളിക്കാനും പറ്റില്ല, നമ്മൾക്ക് ബാക്ക് ചെയ്യാൻ മറ്റൊരു സംഘടന ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഈ ഒരു പരിപാടികളുടെ ഇടയിൽ ഇത് നടത്താൻ പറ്റില്ല, ഭയങ്കര ചാലഞ്ച് ഉണ്ട്. ശ്രീകാന്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ നാടകമേള തുടങ്ങി വരുമ്പോൾ പല എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫോർമാറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോർമാറ്റിൽ വരുമ്പോൾ പുതിയൊരാൾ ഒന്നും പറയും എന്തുകൊണ്ട് 15 മിനിറ്റ് ആക്കിക്കൂടാ എന്ന് ചോദിക്കും. അഭിപ്രായം പറയാനും ചോദിക്കാനും ആൾക്കാർ നമ്മളത് കാരണം ആദ്യത്തെ നാടകമേള വലിയ ഹിറ്റായിരുന്നു, സിംഗപ്പൂർ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഹിറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ബലൂണും അതേമാതിരി ഭയങ്കര ഹിറ്റായി. ഞങ്ങൾ എല്ലാ നാടകത്തിൻ്റെ ആൾക്കാരൊക്കെ ത്രില്ലായി. അടുത്ത വർഷം നാടകം നടത്തുമ്പോൾ ഒരു അത്യാഗ്രഹം തന്നെ പറയാം, നമ്മൾ കുറച്ചുകൂടെ വലിയ ഹാൾ എടുത്തു. മഹാഭാരതം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും? പ്രൊജക്ഷനും ഇതൊക്കെ ഈ ഇരിക്കുന്ന ഇത് കാണണ്ടേ, ഹാൾ ആൾക്കാരില്ല. അപ്പോൾ അതിന് പ്രൊജക്ടർ കൂട്ടി, അങ്ങനെ പൈസ കുറേ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഓർഗനൈസേഷൻ ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അന്ന് നാടകങ്ങളെ ഇഷ്ടമുള്ളപ്പോൾ SML കുമാരേട്ടൻ നാടകത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ആൾക്കാരുടെ ഇൻട്രസ്റ്റും പഠിച്ച് എന്തായാലും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പുള്ളിയെ പറഞ്ഞ ധൈര്യമാണ് നടന്നത്. കാരണം ആദ്യം അത് കഴിഞ്ഞിട്ട് രാജേഷ് ജി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം രാജേഷും ഞാനും സംസാരിക്കുമ്പോഴും ഈ 2 മണിക്കൂർ നാടകത്തിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇതിനെല്ലാം ബാക്കപ്പ് ഉണ്ട്. പക്ഷെ നമ്മളത് ഇറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഓഡിയൻസ് ഉണ്ടോ? ഇപ്പോൾ ഏത് സ്റ്റേജ് ഷോ ആയിക്കോട്ടെ, ഈ കാണുന്ന 800 പേരെ അല്ലാതെ നിങ്ങൾ വേറെ ആരെങ്കിലും പുതിയ കാണാറുണ്ടോ? അത് മാറണം, പുതിയ ആൾക്കാരിലേക്ക് എത്തണം. ഇപ്പം നമ്മൾ പാലക്കാട് ഒരു സംഗമം നടത്തി ഒരു 2-3 ആഴ്ച മുമ്പ്. അതിൽ വന്നതിൽ 70% ആൾക്കാർ ഞാൻ ആദ്യം കാണും. പബ്ലിസിറ്റി ഈസ് വൺ ഓഫ് ദ മെയിൻ. ഈ 800 പേരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ നടക്കുന്ന എല്ലാതാണ്. ഇപ്പോൾ ഇതിൽ ഇത്ര പേരുണ്ട്, ഇത്ര പേരുടെ ടിക്കറ്റ്, ഇത്ര പേരെ വരുള്ളൂ, 800 പേരെ ഉണ്ടാവും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ മോഹൻലാൽ വരണോ, മമ്മൂട്ടി വരണോ, ഇതെല്ലാം ഈ 800 പേരാണ്. അത് മാറാത്തിടത്തോളം കാലം പുതിയ പ്രേക്ഷകരെ കൊണ്ടുവരുന്ന പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിന് പുതിയ യങ്സ്റ്റേഴ്സ് വരണം. അവർ വരണമെങ്കിൽ അവർ ഇപ്പോൾ പുരാണ നാടകത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് വന്ന യങ്സ്റ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. കാരണം ആ ഭാഷയുടെ
പറയുന്ന ഇതും ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെ വന്ന കുട്ടികളുണ്ട് എൻ്റെ കൂടെ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മൊത്തം യൂത്ത് വിങ് ആയിരുന്നു. ഭീമനായിട്ടും എല്ലാം അവർക്ക് ഭയങ്കര അവർക്ക് ഭയങ്കര എനർജി എനർജി ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഭയങ്കര പേര് കിട്ടി. ഒരു വന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു. സാധാരണ സ്റ്റേജിൽ കാണാത്ത ആൾക്കാര്, പുതിയ മുഖങ്ങള്, പുതിയ ഫിഗർ, ഐ മീൻ അവരുടെ സ്ട്രക്ചർ ഓഫ് ബോഡി. ആ ഭീമനായ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ഫിഗറൊക്കെ ആയിരുന്നു ഭയങ്കര പുള്ളി. ഇപ്പോഴത്തെ എല്ലാ കഥാപാത്രങ്ങളും കോമഡി എല്ലാം നോക്കിക്കൊണ്ട് സെൽഫ് ട്രോളാണ്. അതെ, പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പോൾ ലോറൽ ഹാഡി അതും അങ്ങനെയാണ്. അങ്ങോട്ടും തന്നെയാണല്ലോ. അതാണ് കൗണ്ടമണി സെന്തിൽ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സ്വയം കൗണ്ടർ അടിക്കുന്നതാണ്. അതുകൊണ്ട് കോമഡി നാടകങ്ങൾ വിജയിക്കണമെങ്കിൽ ഇനിയൊരാൾ പരിഹസിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് 1000 പേരുടെ ഒരു തിയേറ്ററിൽ നമുക്ക് നാടകം കളിക്കാൻ സാധിക്കുന്നില്ല, മലയാള നാടകം? അതേസമയം ഒരു ഷേക്സ്പിയറിയൻ നാടകം സിംഗപ്പൂർ വരട്ടെ, എക്സ്പ്ലനേഡിൽ ടിക്കറ്റ് കിട്ടില്ല. 8 ദിവസം ഷോ ഉണ്ടെങ്കിലും 8 ദിവസം ഹൗസ്ഫുള്ളാണ് ഇവിടെ. ഈവൻ ഡ്രാക്കുള സീരീസ് വന്നിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പ്. അത് ഭയങ്കര ഹൈ ടിക്കറ്റ് ആണ്. ഓപ്പറ ഹൗസിൽ സിഡ്നിയിൽ ഞാൻ പോയപ്പോൾ ഷേക്സ്പിയർ നാടകത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു അഡാപ്റ്റേഷൻ, ഷേക്സ്പിയർ ഗ്രൂപ്പിൻ്റെ അഡാപ്റ്റേഷന് പോയി. 41ാമത്തെ സ്റ്റേജാണ് ഞാൻ കാണാൻ പോകുന്നത്. 1200 സീറ്റുണ്ട്. എനിക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും അവസാനത്തെ റോയിൽ ഏറ്റവും മുകളിലാണ്. 41ാമത്തെ ഷോ. അപ്പോൾ നാടകത്തിന് ആളില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇപ്പം എന്തുകൊണ്ട് നമുക്ക് മലയാള നാടകത്തിന് സിംഗപ്പൂരിൽ ഈ പറയുന്ന 250-ൻ്റെ 500-ൻ്റെ ഇടയ്ക്ക് മുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കുന്നില്ല? എനിക്കാണ് അതിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. 50,000-ൻ്റെയും 75,000-ൻ്റെയും ഇടയ്ക്ക് മലയാളികളുള്ള സിംഗപ്പൂരിൽ നാടകം കാണാൻ നമുക്ക് 250 പേരെ കിട്ടുള്ളൂ എന്ന് പറയാൻ നാണക്കേടാ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ലഭിക്കേണ്ടത്. നമ്മൾ എത്തിക്കാഞ്ഞിട്ടാണ്. നമ്മൾ അത് എത്തിക്കണം അവരിലേക്ക്. പിന്നെ വേറൊരു പരിമിതി അതിലുള്ളത്, നാടകങ്ങൾ എന്ന് പറയുമ്പോൾ മുഖം കാണണം. നമ്മൾ ക്രേത അയ്യാറിൽ ഒരിക്കൽ നാടകം നടത്തി. ആദ്യം വരുന്ന 300 പേർക്ക് നമ്മുടെ മുഖം. ഞാൻ എന്തുകൊണ്ടാണ് 300-400 ടിക്കറ്റ് സീറ്റ്സ് വെക്കുന്നതെന്നുള്ളതാണ്. അതിലിനി എന്ത് ചെയ്യാന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഈ മുഖം കാണണം, ഭാവം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പല വിഷ്വൽസ് ഓടുമ്പോൾ നമ്മുടെ മുഖം, ഭാവം എങ്ങനെ ആൾക്കാർ കാണുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച് വന്നപ്പോൾ മാമി വന്ന് കളിച്ച അതിലത്തെ ഭാവങ്ങൾ ചിലവരെ മുന്നാലിരുന്നവർ കണ്ടില്ല. പക്ഷെ അതൊരു ലിമിറ്റേഷനാണ്. ഈ ഇരുന്ന് കണ്ട ഭാവം അറിയുന്ന ഭാഗത്ത് വെച്ചിട്ട് മൾട്ടിപ്പിളായിട്ട് ഒരു നാടകം ഇപ്പോൾ 6 മാസം റിഹേഴ്സൽ ചെയ്ത് ചെയ്യുന്നൊരു നാടകം ഒരു 3 സ്റ്റേജെങ്കിലും കളിക്കാം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഈ ഗുഡ് മാൻസിൽ നമ്മൾ ചെയ്യണ പോലെ നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നതിൻ്റെ ഒരു വിജയം ബാസട്ടൻ പറഞ്ഞതുപോലെ ഈ ഭാവങ്ങൾ ഏറ്റവും അധികം മുഖത്തടിച്ച പോലെ കിട്ടും. നമുക്ക് കാണുന്ന ഓരോരുത്തർക്കും അത് കിട്ടും. അതൊരു വഴിയാണ്. രണ്ടാമത് ഇത് 3 പ്രാവശ്യം നടത്തണം. അതെ, ഒരേ ദിവസം ഇതാകുമ്പോൾ. അപ്പോൾ ഞങ്ങളും അത് ആലോചിച്ചു. പക്ഷേ ഈ LED ഇതെല്ലാം വെച്ച് നമ്മൾ ഇപ്പോൾ 2 നാടകങ്ങൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അത് വയ്ക്കുമ്പോൾ ടെക്നോളജി ഇതെല്ലാം വെച്ച് വരുമ്പോൾ സമയം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നും നടത്തും. 300 പ്രേക്ഷകരുടെ സെയിമാണ്. ബ്ലാക്ക് ബോക്സിൽ 110 ഉള്ളൂ, ടൈംസ് 3. നമ്മൾ ഒരു നാടകം 300. ഇപ്രാവശ്യം 10ാമത്തെ വർഷം ആയതുകൊണ്ട് നമ്മൾ അതിൽ കുറേ അധികം ഹാൾ ഓഫ് ഇതെല്ലാം വെക്കുന്നുണ്ട്. എല്ലാം വെച്ച് കുറച്ചുകൂടെ നന്നാക്കി നടത്തണം. 400 പേരെ. അടുത്ത വർഷം മുതൽ എങ്ങനെ 2 എണ്ണം ചെയ്യാം? 2 ഷോ. അത് ഒരേ ദിവസമാകണോ, വേറെ ദിവസം ആയിക്കൂടെ? ആ 2ാമത്തെ ഷോ ചെയ്യുമ്പോൾ ഒരു നാടകം വേറെ മാറ്റണോ? അത് അങ്ങനെ. കാരണം 6 വർഷത്തിൽ ഇപ്പോൾ എന്തായാലും റിഹേഴ്സൽ ചെയ്തു. അതെ, ഇപ്പം ഞാൻ ഇപ്പോൾ 6 മാസം എല്ലാ വീക്കെൻഡും ശനിയും ഞായറും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. വേറെ പേഴ്സണൽ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ വരുന്ന നാടകത്തിന് വരുന്ന ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, അതുണ്ടെങ്കിലേ ഇത് രക്ഷപ്പെടും. നാടകത്തിന് വേണമെങ്കിൽ അതിൻ്റെ അഭിനയിക്കാനുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വേണം. അതെ, ആ 40 പേരുടെ ഒരു കൂട്ടായ്മ × 2 വെച്ചിട്ട് 80 പേരെ കൊണ്ടുവരും. അതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാം. അത് ആ 80 പേര് വരും. ആ 80 പേരെ ഒരു പ്രാവശ്യം നന്നായി കഴിഞ്ഞാൽ 160 പേരാകും. കാരണം 5 പേരുടെ നാടകം കാണാൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള നാടകങ്ങൾ വേറെ എവിടെന്നെങ്കിലും വരുന്നതായിരിക്കും. അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ളവർ അത്രയും ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അഭിനേതാക്കൾ. ഇപ്പം നമ്മുടെ നാടകത്തിൽ അഭിനേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല, വളരെ റയറായി കുറച്ചൊരു കമ്മ്യൂണിറ്റി, ചെറിയൊരു ഗ്രൂപ്പ്. ശ്രീകാന്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ വരാം.
അത് ഞാൻ ഉദ്ദേശിച്ചത് അതെ എക്സ്പീരിയൻസ്. അതെ അതെ നാട്ടിലാകുമ്പോൾ അമ്പലങ്ങൾ ഉത്സവം നടക്കുമ്പോൾ പ്രേക്ഷകർ 1000-2000 വരും. അതെ. കാരണം പക്ഷെ അവർ എല്ലാവരും പൈസ നാടകം കൊടുക്കുന്നില്ല. Free ആണ്. എൻജോയ് ചെയ്തോളൊന്നും അവര് വന്നു കടല കഴിക്കുന്നു, സംസാരിക്കുന്നു, ഒരു രാത്രി സ്പെൻഡ് ചെയ്യണു, അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. അതാണ് എന്റർടൈൻമെന്റ് ഫാക്ടറാണ്, Factor. ടൈം സ്പെൻഡിങ്. അതിൽ ക്വാളിറ്റി ഓഫ് നാടകമല്ല. ക്വാളിറ്റി ഓഫ് നാടകമല്ല. പിന്നെ ഈ രണ്ടാമത് ഈ ഫൈനാൻസ് അങ്ങനെയൊക്കെ നടത്തുന്നത് ഭയങ്കര എന്താ പറയുക, ലോജിക്കലി അത്രയും തിങ്കിങ് ഉള്ളവരെ അത് വരുന്നു കാണുന്നു. അങ്ങനെ പിന്നെ അവർ ഇൻവിറ്റേഷൻ വെച്ചിട്ടുണ്ടാവും. എനിക്കറിയാം ഫൈനാൻസ് ഹോട്ടലൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഇവർക്കൊരു 50 ടിക്കറ്റ്, ഇവർക്കൊരു 50, അത് അവരെടുക്കും വരും. അത് ശരി. അത്രേ ഒരു ഉള്ളൂ. ഇപ്പൊ must ആയിട്ട് സൂര്യയുടെ ticket. ഇതാണെങ്കിലും കൃഷ്ണമൂർത്തി സാർ സൂര്യയുടെ ഗ്രൂപ്പിൽ ഇടുകയാണ് നാടകം എന്ന് പറയുമ്പോഴത്തേക്കും 400 പേരിൽ 250 പേര് അവരുടെ ആ മെമ്പേഴ്സ് ആയിരിക്കും. അവർ വരും, അവർ അത് അവർ വരുന്നു, അത് അവർ വരണം, അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതാണ് ഒരു ചെയ്യേണ്ടത്. ആഗ്രഹമുണ്ട്. അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് നാടക ആസ്വാദകത്തിന്റെ കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു ഇൻഡിപെൻഡൻറ്റ് നാടകാസ്വാദക കമ്മ്യൂണിറ്റി, ഒരു ലേബലും ഇല്ലാതെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് അയച്ചുകൊണ്ട് അവർക്ക് വരാവുന്ന രീതിയിലുള്ള ഒരു ഫോമാറ്റ്. പക്ഷെ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെയിലേക്ക് ഷ്രിങ്ക് ചെയ്യാൻ, അല്ല ഞാൻ പറഞ്ഞത് അതൊരു ഒരു expand മാധ്യം. അത് എക്സ്പാൻഡ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, അതൊരു format ആണ്. കമ്മ്യൂണിറ്റി പോലെ ആക്കുക. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ഉദാഹരണം അതിന് ലേബിൾ കൊടുക്കരുത്, ഒരു SMA എന്നോ SKK എന്നോ ലേബിൾ കൊടുക്കാതെ നാടക ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അവർക്ക് അതിലേക്ക് അപ്ഡേറ്റ്സ് കൊടുക്കുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് അവരുടെ പാർട്ടിസിപ്പേഷനെങ്കിലും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമെന്നൊരു സാധ്യതയാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു അതാണ്, അത് കൂട്ടായ്മയാണ്. അത് എങ്ങനെ പേരുണ്ടോ പേരില്ലയോ അതൊരു ഗ്രൂപ്പാണ്. രണ്ടാമത് വന്നിട്ട് ആ എത്ര ഗ്രൂപ്പാണെങ്കിലും കമ്പാരിസൺസ് ആണ് മെയിൻ. ഇപ്പോൾ ആദ്യത്തെ നാളത്തിൽ ഇപ്പോൾ ഒരു ജീവിതത്തിനെടുത്തൊരു കുട്ടിയുടെ മാർക്ക് മുതൽ കമ്പാരിസനാണ്. ശരി. നിങ്ങൾ മോഹൻലാലിന് 100 നിങ്ങൾക്ക് ഞാൻ 50 തരണം, ഒരു കമ്പാരിസനായി. അപ്പോൾ എന്താണ് അതിൽ ആൾക്കാർ ഉദ്ദേശിക്കുന്നൂടെ നമ്മൾ ഇതാകണം. നമ്മൾ നാടകം ചെയ്യുന്നത് ഇതിനാണ്, നാടകം എന്നുള്ളത് കൊണ്ടുവരിക. സിംഗപ്പൂരിൽ ഇപ്പോൾ മലയാളം നാടകം ചെയ്തിട്ട് എന്ത് കിട്ടും, അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ആ നാടകം എന്നുള്ളത് ഇത് മെയിനായിട്ട് കൊടുക്കേണ്ടത് നമ്മളെ മലയാള ആ ഒരു സംസ്കാരമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ മുത്തശ്ശന്മാരെ മുത്തശ്ശിയൊക്കെ എങ്ങനെ ആയിരുന്നു എന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് സിംഗപ്പൂരിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വേണം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ മുത്തശ്ശൻ എങ്ങനെ മുണ്ടെടുക്കുക, മുത്തശ്ശൻ അപ്പോൾ ഉദാഹരണം മുത്തശ്ശൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുണ്ടിങ്ങനെ അഴിച്ച് കുടന്നിട്ട് ഇങ്ങനെ കെട്ടുന്നൊരു സീനുണ്ട്. ഇവിടെ മുണ്ട് കെട്ടുന്നുണ്ട്, ഒരു ബനിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇതൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല. അവരവരുടെ കൂടെയല്ല വളരുന്നത്, അവരുടെ കൂടെ അല്ല വളരുന്നത്. ആ മുത്തശ്ശൻ അവിടെ ഇരുന്നുകൊണ്ട് എന്ന് വിളിക്കുന്ന വിളി കൂടെ ഇവരാരും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ വേറൊരു സംഭവം എനിക്ക് തോന്നുന്നു, ഞാൻ അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറൊരു സംഭവം വെച്ചൊരു സ്ക്രിപ്റ്റിംഗ്. നിങ്ങളൊക്കെ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയി. ഇപ്പോൾ വാസുവേട്ടൻ ഇയർലി ഈ റൈറ്റ്സ് 2 സ്ക്രിപ്റ്റ് മിനിമം എഴുതുന്നുണ്ട്. ശ്രീകാന്തിയുടെ എനിക്ക് എത്ര അറിയില്ല സ്ക്രിപ്റ്റിംഗ്. നമ്മൾ വളരെ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാറുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ചാലഞ്ച് ഞാൻ കണ്ടിരിക്കുന്നത്, നമുക്ക് പണ്ട് നാടക പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതായത് പണ്ട് ഫേമസ് നാടകകൃത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നാടകകൃത്തില്ല. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്ന ഒരു നാടകകൃത്ത്, ഒരു നാടക പുസ്തകം അവതരിപ്പിക്കാൻ വളരെ കുറവാണ്. അപ്പോൾ ഈ നാടകം അവതരിപ്പിക്കാൻ ആഗ്രഹങ്ങളുള്ള കുറേ ഉണ്ട്, പക്ഷെ അവർക്ക് എഴുതാൻ അറിയില്ല. ചിലപ്പോൾ സംവിധാനം ചെയ്യാറായിരിക്കും, പക്ഷെ അവർക്ക് എഴുതാൻ അറിയില്ല. ഇപ്പോൾ എന്നോട് ഇന്നാൾ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് സംസാരിച്ച പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് 1 മാസത്തോളം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ പോയി ഞാൻ തിരഞ്ഞു കുറച്ച് സ്ക്രിപ്റ്റ്, പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം ഭയങ്കരമായിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ് നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേഷനിൽ. ഈ നാടകം എഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന എഴുത്തുകാരും വളരെ കുറവാണ്. നാട്ടിലിപ്പോൾ നാടകമേള ഇത് നടക്കുന്നു, നമ്മുടെ ഇറ്റ്ഫോക്ക് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കുമ്പോൾ അതിൽ ടാഗിട്ട് അവിടെ പോയി ഞാനും ഒരു ബുദ്ധിജീവിയാണ്, ഇറ്റ്ഫോക്കിൽ ഞാൻ പോകുന്നു എന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്ന അവരാണ് ഈ പറയുന്ന ഫ്രഞ്ച് നാടകങ്ങളും ജാപ്പനീസ് നാടകങ്ങളും ഇറാനിയൻ നാടകങ്ങളും എല്ലാം കാണാനായിട്ട് ഇവരിടിച്ച് കയറുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ നാടകം ആസ്വദിക്കുന്നുണ്ടോ? ഇന്റലക്ച്വൽ സ്റ്റാറ്റസ് കോയിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജനറേഷൻ ഓഫ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഈ എഴുത്തും വളരെയധികം ചുരുങ്ങി പോവുകയാണ്. നാടകത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ ഒരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതാണോ നാടകം? അക്കാഡമിക് തലത്തിൽ മാത്രമാണോ നാടകം? ഇവരെ നമ്മൾ പൊക്കി പറയുന്ന അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ലെവലിൽ ഗംഭീരമെന്ന് പറയുന്ന നാടകങ്ങളിൽ പലതും
ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലുമില്ല. അത് ശരിയാ. അത് ആളുകളിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് മോശം പറയാൻ വേണ്ടി പറയല്ല, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് പെരുമാൾ മുരുകൻ്റെ നാടകം ഇപ്പോൾ ശരൺജിത്തും ഗായത്രിയും എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ സിംഗപ്പൂർ വന്ന് അവരുടെ റാക്കയുടെ ഇതിൽ അവർ ഒഡീസിയും അതെല്ലാം ചേർത്ത് സ്ലോ തിയേറ്റർ എന്നുള്ള കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവർ നടക്കുന്നത് ഇങ്ങനെ, നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുക, ഇവർ നടക്കുന്നത് ഇങ്ങനെ പതുക്കെ 1 മീറ്റർ നടക്കാനായിട്ട് 5 മിനിറ്റ് എടുത്ത് നടന്ന് അങ്ങനെ നൃത്തവും ശബ്ദവും ഭാവങ്ങളും ചേർത്ത് ഒരു നാടകം. അതിലെ അഭിനയം ഗംഭീരമാണ്, ശബ്ദത്തിൻ്റെ ഉപയോഗം അതിഗംഭീരം, രംഗം അതിഗംഭീരം. ഒന്നും മനസ്സിലായില്ല. ഇവിടെ അവതരിപ്പിച്ചു. ഓക്കെ. കാണാനായിട്ട് പെരുമാൾ മുരുകൻ്റെ അറിയാലോ. അപ്പോൾ നമ്മുടെ അർദ്ധനാരീശ്വരൻ എഴുതിയ അദ്ദേഹം ആ നോവൽ എഴുതുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഇന്നും തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ജാതി പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ നോവൽ. ആ നോവൽ 10 വർഷം അദ്ദേഹത്തിന് പുറത്താക്കി, കേരളത്തിലൊക്കെ താമസിക്കേണ്ടി വന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷം ആ നാട്ടിൽ അതിനൊരു മാറ്റമുണ്ടായി. ആ നോവൽ വിജയിക്കുന്നത് അവിടെയാണ്. അതിനെ നാടകമാക്കുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെ കലാരൂപമായിട്ട് എങ്ങനെ ആ കലാരൂപത്തിൻ്റെ ഉദ്ദേശം എത്തും? അത് കാണാൻ വന്ന ഒരു ഇൻ്റലക്ച്വൽ കോ ഗ്രൂപ്പിന് ചിലപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി ഒരു 4 പേജിൻ്റെ നോട്ട് അത് വായിച്ച് അത് മനസ്സിലാക്കി ഇതിനകത്ത് ഓരോ രംഗവും മനസ്സിലാക്കണം. അപ്പോൾ ഉദ്ദേശം മാറി. ഇൻ്റലക്ച്വൽ കോർ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങി പോകുന്നതുകൊണ്ടാണ്. പണ്ട് ഇപ്പോൾ CN ശ്രീകണ്ഠൻ നായർ, ഇന്നും ആ പുസ്തകം എടുത്ത് നമുക്ക് വായിക്കാം, ലങ്കാലക്ഷ്മി വായിക്കാം, കാഞ്ചനസീത വായിക്കാം. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. കൂളൂർ മാഷിൻ്റെ നാടകങ്ങൾ, ഇപ്പോൾ കണ്ണാടിയായാലും പാലമായാലും സാമൂഹിക പ്രസക്തിയുള്ള നാടകങ്ങളാണ്. പക്ഷേ വളരെ പച്ചയായി മനുഷ്യന് മനസ്സിലാക്കാൻ ആണല്ലോ. ഇപ്പോൾ CNൻ്റെ നാടകങ്ങളായാലും ഇപ്പോൾ നമ്മളുടെ NN പിള്ളയുടെ നാടകങ്ങൾ ശക്തമായ നാടകങ്ങളാണ്. കാലിക പ്രസക്തി ഉണ്ടോ? കാലിക പ്രസക്തി ആക്കാം, അഡാപ്റ്റ് ചെയ്യാം. അപ്പോൾ പഴയ നാടകങ്ങൾ ഇന്ന് എടുക്കാൻ പാടില്ല എന്നില്ല, പക്ഷെ അതിനെ കാലിക പ്രസക്തമായി നമ്മൾ മാറ്റിയെടുത്താൽ സ്ക്രിപ്റ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പുതിയ തലമുറയിൽ എഴുതുന്നവർ ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അജിത് ജിക്ക് എഴുതാൻ ഉള്ള വളരെ നല്ല കയ്യിൽ ഭാഷയുണ്ട്. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണ്ട, നമ്മൾ തുറന്ന് എഴുതുക. ഈ സ്ക്രിപ്റ്റ് തേടി പോകേണ്ട കാര്യമില്ല. സ്ക്രിപ്റ്റ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നാടകത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അത് ഇൻ്റലക്ച്വൽ ആക്കാൻ ശ്രമിക്കണ്ട, അത് ആ ഒരു ലേബൽ കൊടുക്കാൻ ശ്രമിക്കണ്ട. പക്ഷേ പുതിയ രീതികൾ അഡാപ്റ്റ് ചെയ്യാം, പുതിയ തലമുറയ്ക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കാം, കാലിക പ്രസക്തമായി അതിന് മാറ്റങ്ങൾ വരുത്താം. അത് ചെയ്യണം. ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചു, അവർക്കൊന്ന് പ്രേരണ കൊടുത്തുനിന്ന് എഴുതാൻ വേണ്ടി. പക്ഷെ ആർക്കും ഒരു ക്രിയേറ്റീവ് ലെവലിൽ അതിനെ ഇടപെടാൻ താല്പര്യമില്ല. കാരണം ഒരു സംബന്ധിച്ചതിന് ഒരു എഫേർട്ട് വേണം, ടൈം. ആ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല ആൾക്കാർക്ക്. അതിന് പകരം അഭിനയിക്കാൻ വേണമെങ്കിൽ ഞാൻ വരാം, എഴുതാനില്ല, അല്ലെങ്കിൽ ഡയറക്ഷനിൽ താല്പര്യമുണ്ടോ, ഞാൻ സ്ക്രിപ്റ്റ് തരാം, നിങ്ങൾ ഡയറക്റ്റ്, അതിന് താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു നമ്മളുടെ ഇവിടെ ഒരു ടാലൻറ്റ് കുറവുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് ജനറലി. പലവരും ഇങ്ങനെയുള്ള കലാരൂപങ്ങളിലേക്ക് വരുന്നത്, കൂടുതൽ ആൾക്കാരും ആ ഒരു ചെറിയൊരു സ്റ്റേജ് പ്രശസ്തി, ഒരു ഫേസ് ഫെയിമാണ്. അതുകൊണ്ടാണ് ബാക്കിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന പ്രശസ്തി ഇല്ല. അവരെ എഴുതുന്നവരും സംവിധായകരാണ്. സ്റ്റേജിൽ കയറിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു അതിപ്രസരവും അല്ലെങ്കിൽ ഫിലിമിലേക്കെന്നുള്ളൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം, അതൊക്കെയാണല്ലോ പലപ്പോഴും ആ ഒരു രംഗത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴുള്ളൊരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ എഴുതിലേക്കുള്ള വരുമ്പോഴൊക്കെ ഒരു ചലഞ്ച്. ഇപ്പോൾ വസന്തം പറഞ്ഞാൽ ഇംപ്രോംപ്റ്റീവായിട്ട് ഇപ്പോൾ ഞങ്ങൾ കുളിർ മാഷിൻ്റെ കണ്ണാടി ചെയ്തപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകതയാണത്. ആ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ ശരൺ ഞങ്ങൾ ട്രെയിൻ ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് തന്നില്ല, ഇതാണ് കഥ, ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ, 2 പേര്, ഇതാണ് ആദ്യത്തെ രംഗം, ഇതാണ് നിങ്ങൾ വർത്താനം പറയാൻ പറഞ്ഞു, അടുത്ത രംഗം നിങ്ങൾ വർത്താനം പറയും. പറഞ്ഞ് ഒരു 2 മാസത്തോളം പല രംഗങ്ങൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തന്നെ അത് ഒരേപോലെ പറയാൻ തുടങ്ങി. ഇന്ന് പറഞ്ഞ് നാളെ പറയില്ല, മറ്റന്നാൾ പറയില്ല. പക്ഷേ 5-ാമത്തെയോ 6-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് ഒരു കാര്യമാവാൻ തുടങ്ങി. ഇത് പറഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ സ്ക്രിപ്റ്റുമായിട്ട് പുള്ളി വന്നു. എന്നാൽ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാമെന്ന് പറഞ്ഞു. ഒരു 70% കുളിർ മാഷ് എഴുതിയ സ്ക്രിപ്റ്റും നമ്മൾ പറഞ്ഞത് ഒന്നായി. അത് ഒരു ഭയങ്കര ഒരു റെവലേഷനായിരുന്നു. അപ്പോൾ എവിടെയാണ് സ്ക്രിപ്റ്റ് കിടക്കുന്നത്? അപ്പോൾ ആ ഒരു കണ്ടൻറ്റിലും അതാണ് അതിൻ്റെ ഒരു വിജയം. അപ്പോൾ എങ്ങനെയാണ് ആ കണ്ടൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ അഭിനയിച്ചവരെല്ലാവരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായി.
ശരിക്കും വരും. അത് എല്ലാവരിലും ഉണ്ടത്. അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളിപ്പോൾ നാടകം സ്ക്രിപ്റ്റ് ചെയ്താലും അതിലത്തെ ഒരു 100% ആരും യൂസ് ചെയ്യില്ല, ഒരു 80%ലേക്ക് എത്തുള്ളൂ അതിൻ്റെ ഒരു കോർ കണ്ടന്റ്. ഈ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ ഞാൻ കണ്ടിരിക്കുന്നത് അവർ ഇംപ്രവൈസ് ചെയ്യും. ഇപ്പോൾ 1-2 പേരുകൾ ഇപ്പോൾ നമ്മുടെ നാടകത്തിൽ ഷാനിഷ് ചെയ്തതും അല്ലെങ്കിൽ മുരളിയൊക്കെ പോലുള്ളവർ അവർ ഇംപ്രവൈസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ചില ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾ ആ സ്ക്രിപ്റ്റിൽ തന്നെ ഒതുക്കി. നാടകത്തിൻ്റെ ഒരു ചലഞ്ചും ഒരു പ്ലസ് ആൻഡ് 2 സൈഡ് എന്ന് പറയുന്നത്, നാടകം സിനിമ പോലെയല്ല, അതൊരു സ്റ്റേജിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. കറക്റ്റ്. ഒരു പരിധിക്ക് സ്ക്രിപ്റ്റിനപ്പുറം പോകാൻ പാടില്ല. അത് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇംപ്രൂവൈസേഷൻ പിടിച്ചില്ലെങ്കിൽ അവിടെ പണി കിട്ടും. അവിടെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രവീൺജിയുടെ കാര്യമാണ്. പുള്ളിക്കാരൻ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചാലഞ്ച് എന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സ്ക്രിപ്റ്റാണ് ഫോളോ ചെയ്യണം, പുള്ളി സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യില്ല. പക്ഷെ പുള്ളി സ്റ്റേജിൽ ഇംപ്രൂവൈസ് ചെയ്യും. അപ്പൊ മറ്റേ ആള് പതറും. അതൊരു പോയിന്റ് ആണ് പറഞ്ഞത്. സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പരിധി വരെ ഇൻഡിവിജ്വൽ സീൻസ് വരുമ്പോൾ എന്തുകൊണ്ടല്ലേ. പിന്നെ അവിടെയാണ് ഡയറക്ടറുടെ ഒരു ഇതുകൂടെ വരുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ എൻ്റെ നാടകങ്ങൾ 5 സീനില്ലെങ്കിൽ 5 സീനിലും ഒന്നുകിൽ പ്രവീൺ, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ 3 പേരിൽ ഒരാളുണ്ടാവും. കാരണം ബാലൻസ് അത് നമ്മൾ ആ റിഹേഴ്സൽ, ആ കളരിയിൽ പുള്ളി എങ്ങനെ ചെയ്യുന്നു അനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. ഉദാഹരണത്തിന് ഞാൻ മണി അടിച്ചു എന്നുള്ള ആ ഡയലോഗ് വന്നാലേ അടുത്ത ഡയലോഗുകൾ പറയൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവിടെ നടന്നതാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാനോ ആരെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് എന്തേ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് പറയും. താലി കെട്ടാൻ മറന്ന സീനുകളുണ്ട്. ഇങ്ങനെ പ്രവീൺ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ താലി കെട്ടിയിരിക്കണം, തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളി താലി കൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നം. ഇതൊരു ബാലൻസിങ് നാടകത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഇംപ്രൂവൈസേഷൻ എല്ലാവരും ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്, പറ്റില്ല. അപ്പൊ നാടകത്തിൽ ആക്ച്വലി സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമുക്ക് ഏകാംഗ നാടകങ്ങൾ അല്ലെങ്കിൽ സോളോ പെർഫോമൻസുകൾക്കും ആക്ച്വലി നാടകത്തിന് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അനിൽ രോഹിത് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളി വളരെയധികം സോളോ സ്ക്രിപ്റ്റുകൾ എഴുതാൻ തുടങ്ങി. എന്നിട്ട് ഇത് അവതരിപ്പിക്കുന്നത് കഫേസ്, ചെറിയ ഹോൾസ്, 25 പേര് 30 പേരെ കാണുള്ളൂ, കോസ്റ്റ് ഇല്ല, ഒരു കോസ്റ്റ്യൂം, ഒരു മ്യൂസിക്, ഒരിത്. അതാണിപ്പോൾ ഞാൻ കൺസെപ്റ്റ് ഞാനിവിടെ അവതരിപ്പിച്ചതിപ്പോൾ ഞാൻ നജീബ് ചെയ്തു, ആടുജീവിതം ചെയ്തപ്പോഴും ആണെങ്കിലും, ഞാൻ അല്ലാപ്പിച്ച മുല്ലാക്ക ചെയ്തപ്പോഴാണെങ്കിലും, വെളിച്ചപ്പാടിൻ്റെ ചെയ്തപ്പോഴാണെങ്കിലും എല്ലാം എനിക്ക് ഒരു കീബോർഡിൽ ഒരു മ്യൂസിക്, ഒരു ഇടയ്ക്ക, പിന്നെ ഞാൻ മതി, നമുക്ക് കാര്യം നടത്താം, നാടകത്തിൻ്റെ ഉദ്ദേശം എത്തിക്കാം. പക്ഷേ അതിൽ ആ ഒരു 30 പേരുണ്ടാവുള്ളൂ, പക്ഷെ ആ 30 പേരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഓരോ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളിലൂടെ നമുക്ക് നാടകം പല ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഒരു കഫേയിൽ നമ്മൾ നടത്തി, അപ്പോൾ ആ കഫേയിൽ നടത്തുമ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത് നാടകം നമ്മൾ കാണാനുള്ള താല്പര്യമുള്ളവരായിരിക്കില്ല എല്ലാവരും. പക്ഷെ അവർക്കൊരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ സാധിച്ചാൽ അടുത്ത തവണ നമുക്ക് അതിന് അഡ്വർടൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 50 പേരെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞൊരു കൺസെപ്റ്റിൻ്റെ ഡിഫറെൻ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഡിഫറെൻ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇങ്ങനെ നമ്മളൊരു കൂട്ടായ്മയിൽ നമ്മളത് കൊണ്ടുവരണം. അല്ലെങ്കിൽ വാസേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു 400 പേരിൽ അത് നിന്നു പോകും. റീസെന്റ് ഞാനൊരു കാര്യം കേട്ടു, സിംഗപ്പൂരിൽ പരീക്ഷ എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഹാളില് ഞാൻ പോയിരുന്നു. ശില്പ ചേച്ചിയാണ്. ഇപ്പൊ ശില്പ കൃഷ്ണൻ എന്ന് പറയുന്നത്, ശില്പ ചേച്ചി ഒരുപാട് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആളാണ്. ലിവിംഗ് റൂം എന്നുള്ളത് 3-ാമത്തെ സീസണാണ്. അപ്പൊ അതിൽ എത്ര ഓഡിയൻസ് ഉണ്ടാവും? ആ റൂമിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു 30 പേര് 32-35 പേരുണ്ടാവും. ഒരു വലിയൊരു വീട് സിംഗപ്പൂരിൽ. പക്ഷെ അത് ഫോർമലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ ഫോർമലായിട്ട് ടിക്കറ്റഡ് പ്രോഗ്രാമാണ്. ടിക്കറ്റഡ് ഷോ ആണ്. വിത്ത് ഒരു ഡ്രിങ്ക് ആണ് വരുന്നത്. നമ്മൾ പോകുന്നു, ആ വീട്ടിലിരിക്കുന്നു, നമ്മൾ ആ വീടിൻ്റെ ഹാളിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഹാളിൽ ആ സോഫയിൽ വന്നിരുന്നിട്ട് ആൾക്കാർ വന്നിട്ട് ആ വീടിൻ്റെ ഭാഗമാണ്. ഒരു 1.5 മണിക്കൂറാണ് നാടകം. അങ്ങനെ നാടകം 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ റൂമിൻ്റെ ഭാഗമായി, നമ്മളും ആ വീടിൻ്റെ ഭാഗമായി. ആസ്വദിക്കാൻ പറ്റി. അതാണ് അതിൻ്റെ വിജയം. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു അത്. കാരണം ഇത്രയും ഇൻറ്റിമേറ്റ് സ്പേസിലാണ് ആ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. 30 പേരേ ഉള്ളൂ, പക്ഷെ അതൊരു നാടകമായി. ഇത് ആദ്യമായിട്ടല്ല, കോൺസെപ്റ്റ് അതൊക്കെ സെല് ചെയ്യാനാണ്. അപ്പോൾ ഇത് ശരിക്കും ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇത് പല സ്ഥലങ്ങളിലും ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് ഈ ലിവിംഗ് റൂം കൺസെപ്റ്റ്. സിംഗപ്പൂരിൽ ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ശില്പ ചേച്ചിയാണ്. അത് വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. ഇത് ഇങ്ങനത്തെ ആശയങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് വളരെ ആ പർട്ടിക്കുലർ നാടകങ്ങൾ ആസ്വദിക്കുന്നവരവിടെ ഉണ്ടാവും.
പക്ഷേ ഇപ്പോൾ ആൾക്കാരെ കൂട്ടാനായിട്ട് ഒരു സദ്യ നടക്കുന്ന അവിടെ ഞാൻ അനുഭവപ്പെട്ട, ഞാൻ നടത്തി അനുഭവിക്കുന്ന ആളാണ്. സദ്യ നടക്കുന്ന അവിടെ പോയിട്ട് നമ്മളൊരു ചെറിയൊരു നാടകം ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ നാടകം കാണില്ല. ഇല്ല, ഒന്നെങ്കിൽ വാട്സപ്പ്. അന്ന് ഞാൻ നിർത്തിയതാണ് ഇങ്ങനത്തെ പരിപാടികളുള്ള നാടകം. അത് പറ്റില്ല, ആരും വരില്ല. അവിടെയാണ് എന്റെ പാലം പരാജയപ്പെട്ടത്. കാരണം നമ്മൾ കൊണ്ട് നടത്തിയത് പാട്ടുകാരുടെ ഇടയില പരാജയപ്പെട്ടുപോയി. ആ നാടകങ്ങൾ ചെയ്ത് നമ്മളിപ്പോൾ സ്കിറ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ അത് ആ നാടകത്തിന് എത്രത്തോളം സഹായിക്കും. കാരണം ആ മുന്നിലിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അതാണ്, മുന്നിൽ ഇരുന്നിട്ട് പോലും കണ്ടിട്ടില്ല. മുന്നിലിരുന്നിട്ട് പോലും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ അവസാനം നോക്കുമ്പോൾ ക്ലാപ്പ് ചെയ്യുമ്പോഴും ഇതാണ് അതിന്റെ, അത്രേ ഉള്ളൂ. അല്ലാതെ നാടകത്തിന് വന്നു, ഓക്കെ, ബിക്കോസ് ഹി നോസ് യു. ശ്രീകാന്ത്ജി അറിയാം, അല്ലെങ്കിൽ ബാസുവേട്ടൻ അറിയാം, ഞാൻ വന്നുട്ടാ. പിന്നെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുണ്ട്. നാടകം കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജ് വന്നിട്ട് ചോദ്യം ചോദിച്ച ആളുമുണ്ട്. ഈ പറഞ്ഞ ഒരു സിംബോളിക്കലായിട്ടൊരു നിൽക്കുന്ന സമയത്ത് അത് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്, പുള്ളി വില്ലെന്നാണോ? പിന്നെ രണ്ടാമത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഏത് കഥയായിക്കോട്ടെ, പുരാണം ആയിക്കോട്ടെ, ജീവിതത്തിൽ നടക്കാത്ത ഒന്ന് ഫാന്റസി ആണെങ്കിൽ കൂടെ അത് ഒരാൾ ആലോചിച്ച കഥയാണല്ലോ. ഒരു മാജിക്കൽ റിയലിസം തന്നെയും അതൊരാളുടെ എന്തെടുത്താലും ഇപ്പൊ രാവണന്റെ കഥ എടുത്താൽ കൂടെ നമ്മൾ അതിനെ ഹിറ്റ്ലറായി ആ മാതിരി. അപ്പൊ രാവണൻ 5 ബ്രദേഴ്സ് ഒരു സിസ്റ്റർ, അവർക്ക് ഉള്ളിൽ നടന്ന ഒരു ഫാമിലി കഥയായിട്ട് ഇത് നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. ശരി. ഈ പുരാണം അതൊക്കെ അതിന്റെ ഇമാജിനറി ഇതാണ്, ആരും കാണാൻ മിത്തോളജിക്കലാണ്. ഇതൊന്നുമല്ല, നിങ്ങളതൊരു സിനിമാ കഥ അല്ലാതെ സാധാരണ ഒരു നാടകമായിട്ട് നോക്കൂ. 3-4 ചേട്ടന്മാർ, അതിലൊരു അനിയത്തി പോയി ഒരാളെ കൊണ്ടുവന്നു, യുദ്ധം നടന്നു വെച്ചു. അങ്ങനെ വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റായി. അതിൽ നമ്മളിങ്ങനെ ഓരോ പുതുമ കൊണ്ടുവരാം. അതാണ് മണിരത്നം ഇപ്പൊ രാവൺ ചെയ്തപ്പോൾ അതാണല്ലോ ചെയ്യുന്നത്. ടോട്ടലി പുതിയ കാലഘട്ടത്തിൽ തലമുറയിലേക്ക് കൊണ്ടുവന്നു. ഈ എപ്പിക്സ് എല്ലാവരും മനസ്സിലുണ്ട്, ബട്ട് ആ എപ്പിക്സിനെ പല രീതിയിലും പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി അത് തന്നെയാണ്. നമ്മളുടെ പുരാണ കഥകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഒരു പുരാണ കഥയാണെങ്കിലും അതിനെ നമുക്ക് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി. അപ്പോൾ ആ കഥയ്ക്ക് എന്നും പ്രസക്തിയുണ്ട്, ഇന്നും പ്രസക്തിയുണ്ട്. എല്ലാ കഥകൾക്കും മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് അത് പൂർണ്ണമായും സത്യമാണ്. ഇന്നും നടക്കുന്നത് അത് തന്നെയാണ്. അതിലുള്ള ഓരോ രംഗങ്ങളും നമ്മളുടെ ചുറ്റും നടക്കുന്നതെല്ലാം അത് തന്നെയാണ്. അതിന്റെ ഒരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വരുന്നതാണ് എല്ലാം. അപ്പുറമാണ്. പിന്നെ അതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അതിൽ നടക്കാത്തതില്ല, പക്ഷെ അതിൽ പറയാപ്പെടാതെ പോയ ഒരുപാടുണ്ട്. ആൾക്കാർ എന്തായെന്ന് അറിയില്ല. അപ്പൊ അതും നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യാം. ഭീമൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ പുള്ളി ചിന്തിച്ചു. അത് വ്യാസൻ എത്രത്തോളം അത് ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ മനഃപൂർവ്വം എഴുതാതെ വിട്ടുണ്ടാവും, പ്രേക്ഷകർക്ക് വിട്ട ചോദ്യങ്ങളായിരിക്കാം ആ പറഞ്ഞതാണ്. നമ്മൾ അതിലെ രാവണന്റെ കഥയിലേക്ക് പറഞ്ഞപ്പോൾ അവസാനം വിഭീഷണൻ്റെ ഒരു സീൻ വന്നപ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിച്ചു, വിഭീഷണനെ നിങ്ങൾ വില്ലനാക്കുകയാണോ? നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ആ കഥ മുഴുവൻ കണ്ടു നോക്കൂ. ഇതിൻ്റെ നിർത്തുന്നത് ശൂർപ്പണേഖ റിവെഞ്ച് ചെയ്യാണ് ബ്രദറിനെ. അങ്ങനെയാണ് നമ്മൾ കഥ വരുന്നത്. നിങ്ങൾ അത് നോക്കിയിട്ട് അത് അങ്ങനെ കോൺടെസ്റ്റിൽ എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്രാവശ്യത്തെ കഥ അതേപോലെ ആയിരിക്കും. ഇപ്രാവശ്യം ആരും കേൾക്കാത്ത, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് എല്ലാവരും ചോദിക്കും, ഈ കഥാപാത്രം ആരും അറിയോ, ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ എന്നാ പിന്നെ അത് കറക്റ്റായി, നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമുക്കത് ഇന്നത്തെ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല രസമുള്ള ഒരു ഡിസ്കഷനായിരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിലും നമുക്കിനിയും ഒന്നിച്ച് നാടകങ്ങൾ ചെയ്യാമെന്നുള്ള ആഗ്രഹത്താലും നമുക്കിത് നിർത്താം. നമുക്കിനി കൂടുതൽ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഒഫീഷ്യലായിട്ടൊരു നന്ദി പറയണം. ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയതിൽ വളരെ നല്ലൊരു ഇതാണ്. നാടകങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒരു ഇത് നാട്ടിലും പലവിടെയും എത്തണം, ഇവിടുത്തെ എല്ലാവരും കാണണം. നാടകം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും നമ്മളതെങ്ങനെ അത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതും ഞങ്ങളുടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ചെറിയ അനുഭവത്തിൽ പറയുന്നു. ഇനിയിപ്പോൾ അത് എല്ലാവരും എത്തി, ഇനി അത് പലർക്കും പല രീതിയിലായിരിക്കും ഇതിനെ കാണുന്നത്. പക്ഷേ ഇതൊരു ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുവന്ന അജിത്തേക്ക് താങ്ക് യു. ഞങ്ങളെ ഇതിൽ വിളിച്ചതിലും ചെറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അവസരം തന്നതിലും നന്ദി.
സന്തോഷം. താങ്ക് യു. പിന്നെ ഈ നാടകം വളരട്ടെ, നല്ലതാവട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. നാടകം നമ്മളിലൂടെ ജീവിക്കട്ടെ. അതെ, ജീവിക്കട്ടെ. നാടകം മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് പോകട്ടെ. സന്തോഷം. Thank you. താങ്ക് യു.